എടാ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നായ ലേക്ക് മിഷിഗന്റെ 40 അടി ആഴത്തിൽ കൊടും തണുപ്പിൽ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പോഴാണ് നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് ഒരു അസാധ്യമായ കാഴ്ചയിലേക്ക് ചെന്നെത്തുന്നത്. കൃത്യമായ വട്ടത്തിൽ അടുക്കി വച്ചിരിക്കുന്ന കൽത്തൂണുകൾ. ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ചിന് സമാനമായി കൽത്തൂണുകൾ അമേരിക്കയിൽ എങ്ങനെ വന്നു? നമ്മുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള കൽത്തൂണുകളിലെ കൊത്തുപണികൾ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. 2007 പുരാവസ്തു ഗവേഷകനായ മാർക്ക് ഹോളി കടലിനടിയിൽ പഴയ കപ്പലവശിഷ്ടങ്ങൾ തിരയുന്നതിനിടയിലാണ് സോണാർ സ്കാനറിൽ വിചിത്രമായ രൂപം പെടുന്നത്. അദ്ദേഹം താഴെ ചെന്ന് പരിശോധിച്ചപ്പോൾ കണ്ടത് മൈലുകളോളം നിരത്തി വച്ചിരിക്കുന്ന കല്ലുകളാണ്. അതിന് നടുവിലായി സ്റ്റോൺഹെഞ്ചിന് സമാനമായ കൽത്തൂണുകളും. ഈ കൽത്തൂണുകൾക്ക് ഏകദേശം 10,000 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും സ്ട്രേഞ്ചായ കാര്യം എന്തെന്നാൽ ഈ കല്ലുകളിൽ ഒന്നിൽ ഒരു മൃഗത്തിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അതായത് നീളം തുമ്പിക്കൈകളും കൂറ്റൻ കൊമ്പുകളുമുള്ള മാസ്റ്റഡോൺ എന്ന മൃഗത്തിൻ്റെ രൂപമാണ് ഇതിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച മൃഗമാണിത്. ഇതിനൊക്കെ അർത്ഥം ഇത് നിർമ്മിച്ച മനുഷ്യർ ഈ കൂറ്റൻ മൃഗങ്ങളെ നേരിട്ട് കണ്ടിരുന്നു എന്നതായിരിക്കുമോ? അതോ നമ്മൾ വിചാരിക്കുന്നതിലും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വേറൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നതായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബിലോ. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ഫോളോ.